ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. ഗ്ലാം ഗോഡസ് സിന്ധുജ പച്ച ബാക്ക്ഗ്രൗണ്ടുള്ള ഇവിടെ വന്ന് നിൽക്കുവാന്ന് ചോദിക്കും. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ബ്യൂട്ടി പാർലറിൽ ഒരു ഫേഷ്യൽ ചെയ്യാം എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു പരീക്ഷണം നോക്കാം ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് അത്യാവശ്യം റീൽസും ഷൂട്ട്സും ഒക്കെ സൺലൈറ്റ് ചെയ്തിപ്പോൾ ഒരുപാട് ഷൂട്ട് ഞാൻ പുറത്താണ് ചെയ്യുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയാസ് നോക്കിയറിയാം. ടാൻഡായി. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റാമെന്ന പരിശ്രമത്തോടുകൂടെ പോസിറ്റീവായിട്ട് പോകുന്നു. വരും, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം ബ്ലാക്ക് ഫോറസ്റ്റ് സലൂണിലേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് അവരുടെ. നോക്കാം. എൻ്റെ ലുക്ക് ഇതാണ്. സ്ലീവ്ലെസ് വിത്ത് ജാക്കറ്റ്. ചലോ പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കാം. ഫോളോ ചെയ്യും. ഇത് അങ്ങോട്ടേക്കുള്ള സ്റ്റെയർസാണ്. എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സസ്പെൻസ്. വ്ളോഗ് അവസാനം വരെ കാണുക. ലിഫ്റ്റും ഉണ്ട്. ഞാൻ ജസ്റ്റ് വ്ളോഗ് എടുക്കുന്ന ആവശ്യത്തിന് സ്റ്റെയർസിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു. അടുത്തൊരു നിലയും കൂടെ കയറണം. വെയിറ്റ്. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ വന്ന യൂണിസെക്സ് സലൂൺ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കാം. തിരിച്ചു പോകുമ്പോൾ ഞാൻ ലിഫ്റ്റ് വിശേഷം കാണിച്ചു തരാം. ഇതോ ആ കാണുന്നതാണ്, ആ കണ്ണാടി ഗ്ലാസ്സാണ് നമ്മുടെ പാർലർ. ഞാൻ അകത്ത് കയറട്ടെ. വെയിറ്റ്. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് പാർലറിൻ്റെ ഇൻറ്റീരിയർ ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. അതിനകത്ത് ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്, ആ വ്യക്തിയുടെ പേരെനിക്കറിയില്ല, സ്റ്റാഫാണ് ഇറങ്ങി വന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫോണിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫേഷ്യലിംഗ് ആണെന്ന്. അത് പ്രോംപ്റ്റ് ഇടാൻ കാര്യം ഇവിടെ പാട്ടുണ്ടായിരുന്നു, അതെനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് സമയം. അങ്ങനെ നിങ്ങളുടെ ഗോഡസ് ഫേഷ്യൽ ഗൗൺ ഇട്ടു. ഒരു വൈറ്റമിൻ സി ഫേഷ്യൽ ചെയ്യാം എന്നാണ് ഗോഡസിൻ്റെ പ്ലാനിങ്. ഡീറ്റാനും കൂടെ നോക്കാം. ഫേഷ്യലിന് ശേഷം എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. കാണിച്ചു തരാം പ്രോസസ്. വെയിറ്റ്. ഇപ്പോഴത്തെ ലുക്ക് കണ്ടല്ലോ, ടാൻഡാണ്. ഫേഷ്യലിങ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. അതും സൈഡിലുണ്ട്. വൈറലായല്ലേ. നമ്മളെല്ലാ സൈഡും നോക്കണമല്ലോ, ഒരു സൈഡ് മാത്രം നോക്കി എടുത്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടാൻ ആവും പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ. ഇപ്പൊ 9 മണിത്തെ വെയില് ഭയങ്കര ടാനാ. അങ്ങനെ നമുക്ക് അവിടുത്തെ സ്റ്റാഫ് ഒരു ഗൗണിന് പുറത്തൊരു ടവൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറേ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പം എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ കേട്ടത്. പാക്ക് മാത്രം വൈറ്റമിൻ സിയുടെ വരുമെന്ന് തോന്നുന്നല്ലേ. ഇല്ല, ഇത് എല്ലാ പ്രോഡക്റ്റും പ്രൊസീജിയർ എല്ലാം അതിൻ്റെ ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വൈറ്റമിൻ സി ഫേഷ്യൽ തുടങ്ങി. ഫസ്റ്റ് ഒരു ക്ലെൻസിങ് ജെല്ലാണ് ഇട്ടത്. മുഖം ക്ലെൻസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതെന്തോ ജെല്ലല്ലേ? ഇത് വന്നിട്ട് ക്ലെൻസറാണ്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ടൈപ്പ് ക്ലെൻസറല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ പ്രോഡക്റ്റും അതിനകത്ത് ക്ലെൻസറും സ്ക്രബും ഒക്കെ വേറെ വേറെ ആയിരിക്കും. അതായത് പണ്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ക്ലെൻസിങ് ക്രീം, അങ്ങനെ സൊല്യൂഷൻ ടൈപ്പ്, ജെല്ലല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടല്ലോ ഫേഷ്യലിങ്ങിൻ്റെ, വിറ്റാമിൻ സി ഫേഷ്യലിങ്ങിൻ്റെ.
അങ്ങനെ നിങ്ങളുടെ ഗോഡസിൻ്റെ ക്ലെൻസർ ജെല്ലെല്ലാം തുടച്ച് മാറ്റി ക്ലീൻ ആക്കിയ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് വന്നിട്ട് O3യുടെ. O3. പക്ഷെ നമ്മൾ വെയിലിൽ മാക്സിമം ഇറങ്ങാതെ നോക്കണം അല്ലേ? ഇപ്പോഴത്തെ വെയിൽ അങ്ങനെയാണല്ലോ. സൺസ്ക്രീൻ ഉപയോഗിക്കുമോ? ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതും വലിയ എഫക്റ്റീവ് ഒന്നും ഇല്ല തേച്ചിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് പുള്ളിക്കടുത്ത് നമുക്ക് O3യുടെ ഡീറ്റാൻ അപ്ലൈ ചെയ്ത് തരുന്നു. ഇത് ഇട്ടിട്ട് കുറച്ച് നേരം പിടിക്കാൻ ഇട്ടേക്കണം ഫേസിൽ. ശരിക്കും നമ്മൾ ഫേഷ്യൽ മന്ത്ലി വൺസ് എങ്കിലും ചെയ്യണം അല്ലേ? എല്ലാ മാസവും ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡീറ്റാൻ ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ചെറിയൊരു എഴിച്ചിൽ പോലെ തോന്നും. അത് സ്കിന്നിലൊന്നും പറ്റുന്നതല്ല, ഇത് എഫക്റ്റ് കയറുന്നതാണ്. ഡീറ്റാൻ വിറ്റാമിൻ സി ഫേഷ്യൽ ക്രീം ഇടണമെന്ന് നിർബന്ധമല്ല. ഞാൻ എൻ്റെ ഷൂട്ട്സും റെക്കോർഡിങ്സും പുറത്ത് ഇത് ടാൻഡ് ആയതുകൊണ്ട് ഓപ്റ്റ് ചെയ്ത്, അല്ലാതെയും വെറുതെയും വിറ്റാമിൻ സി ഫേഷ്യലിംഗ് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ ആരും പേടിക്കണ്ട, സ്കിന്നൊന്നും പൊള്ളാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു എഫക്റ്റ്. കുറച്ച് കിടക്കുന്നുണ്ട് കറക്റ്റ്. ഒരു ചെറിയ എഴിച്ചിലുണ്ട്, അതായത് ഇത് എഫക്റ്റ് പിടിക്കുന്നതന്നെയാണെന്ന് കവർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലേ? 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. കാതിൽ ഡീറ്റാൻ വരൂലല്ലേ? കാതിൽ ഇടാറില്ല. കാതിലിടണോ? അത് മാത്രം വേറൊരു ഇതുപോലെ ഇരിക്കും. ഒരു ഒഴിക്ക് പോകില്ല, അതും കൂടി ഇരിക്കട്ടെ. വെയിറ്റ് ചെയ്യണമല്ലേ? ഇപ്പം ഞാൻ സ്റ്റെപ്സ് കറക്റ്റായി പറഞ്ഞുതരാം. ആദ്യം എൻ്റെ മുഖത്ത് ക്ലെൻസർ ഉപയോഗിച്ചൊരു ക്ലെൻസിങ് ജെൽ, അതാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഡീറ്റാൻ ക്രീം, O3യുടെ ഒരു ഡീറ്റാൻ ക്രീം അപ്ലൈ ചെയ്തു. ഇനി 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഗോഡസ് വെയിറ്റ് ചെയ്യണം, അതാണ് ചടങ്ങ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരുടെയും പ്രൈവസി മാനിച്ച് ഗോഡസിൻ്റെ വീഡിയോ മാത്രമേ ഞാനിതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, എല്ലാവരുടെയും പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം പാർലറിൻ്റെ ഒരു ആംബിയൻസും ഞാൻ ഇറങ്ങാൻ നേരത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പിടിക്കട്ടെ, അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. ഉറങ്ങാം ഗോഡസ് ഇച്ചിരി. കുഴപ്പമില്ല. അങ്ങനെ ഗോഡസിൻ്റെ ഡീറ്റാൻ പാക്ക് റിമൂവ് ചെയ്യാൻ ടൈമായി. 20 മിനിറ്റ്സ് സ്വയം എന്ന് പോയി. ഇനി അത് ക്ലീൻ ചെയ്ത് മാറ്റുന്ന രംഗങ്ങളിലേക്ക് കടക്കാം.
ഇങ്ങനെ ഒരു വേറെ ഷൂട്ടൊന്നും ഇല്ലേ? വേറെ മീൻസ് അത് ഷോർട്ട് ഫിലിമും അല്ലെങ്കിൽ ഇന്നലെ എനിക്കൊരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് മീൻസ് അതായത് ഇപ്പൊ ഒരു ചെയ്തു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു തമിഴ് മൂവിയില് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇച്ചിരി ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പൊ അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അപ്രോച്ച് ചെയ്ത് നമുക്കിപ്പോ ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ ഉള്ളവരുടെ കീഴിൽ നമുക്ക്, കാരണം നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മൾ എടുത്ത് വായിക്കാൻ വലിയ ഒരു ഇതിലേക്ക് കയറാൻ പറ്റുമെന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അത് സെറ്റ് ആവുമെന്നൊന്നും പറഞ്ഞുകൂടാ. എനിക്കതിന് അങ്ങനെ എനിക്ക് വിഷയമൊന്നും ഇല്ല. പക്ഷെ എന്റെ ഒരേ ഒരു പ്രശ്നം, ഈ ചില ആൾക്കാരെ ആ ഇൻഡസ്ട്രിയിൽ കുറച്ച് പെശകായിട്ടുള്ള ആൾക്കാർ കാണും ചിലവര്. അല്ല ഒട്ടുമിക്കോ അങ്ങനെ തന്നെയാണ്. കിട്ടിയാ ജസ്റ്റ് ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ ഇതിലേ ആദ്യത്തെ കാലം കുറച്ചും കൂടി ബ്രൈറ്റ് ആയി സ്കിന്നൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പം വന്നതിന്റെ എല്ലാം മുന്നേ കാണുന്നതിനൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനേക്കാളൊക്കെ കുറച്ചും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയി. ബ്രൈറ്റ് മീൻസ് ഇത് കുറച്ചുകൂടെ കളറാണ് ഫേസ്. എനിക്ക് പക്ഷെ ടാൻ ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ തന്നെ എന്റെ സ്കിന്നിനെ വില കുറച്ചാണ് കാണുന്നത്. കാരണം ഈ റീൽസിലൊക്കെ പുറത്ത് പോയി ഔട്ട്ഡോർ ചെയ്യുമ്പോഴേ വെയില് ഭയങ്കരമായിട്ട് തട്ടും. പുറത്ത് ഈ ഇടയ്ക്ക് ഒരു ഓണത്തിന് ആ ടൈമിനുള്ളതായിരുന്നു ഇട്ടത്. അത് പുറത്താ ചെയ്തത്. എടുക്കുന്നതാണോ? അല്ല ഓണത്തിന്റെ ഇതിന് ഒരു ആളെ വെച്ചെടുത്തതാണ്, ഓണത്തിന്റെ സാധനം. പക്ഷെ ഇത് അങ്ങനെ നമ്മൾ ആരുടെ കൂട്ടത്ത് വെച്ചെടുത്താലില്ലയോ നമ്മുടെ മുഖം കുറച്ച് ടാൻഡ് ആകും വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ. അത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉള്ളതാ. ഇത് സ്ക്രബ് അല്ലേ, ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അത് ടാൻ ആവും. ചിലവർക്ക് മാത്രമേ ആവാതെ ഉള്ളൂ. പിന്നെ നമ്മള് 6:30 പോയി കഴിഞ്ഞാൽ സൺലൈറ്റ് കാണൂല അതിരാവിലെയൊക്കെ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് സ്ക്രബ് ഇട്ട് ഒന്ന് മുഖം മസാജ് ചെയ്യുവാണ്. പിന്നൊരു സംഭവം ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് അലോവേറ ജെൽ അപ്ലൈ ചെയ്യും മുഖത്തിന്. അതിന്റെ വല്ല മാറ്റമാണോന്ന് അറിഞ്ഞൂടാ. എന്തോ പക്ഷെ ഒരു മാറ്റമുണ്ട് ഫേസിന്. ഇനി സ്ഥിരം ഇവിടെ വരുവോ? നല്ലയിടത്തൊക്കെ ഞാൻ പോകും, നല്ലതാണെങ്കിൽ വരും. പക്ഷെ എനിക്ക് ചിലവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ചില പല നമ്മൾ സ്ഥിരമായിട്ട് പോയിട്ടേ ഒരു വല്ലാത്ത ഒരു ഇതങ്ങ് കാണിച്ച് കളയും. മീൻസ് നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെ തന്നെ പോവാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലും ആരുടെങ്കിലും ഒരു സൈഡിൽ നിന്ന് വീണ് കിട്ടും നമുക്ക്. എന്തായാലും എനിക്ക് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല കേട്ടോ. അല്ല ഞാൻ പറയുക, അല്ല ചില ആൾക്കാര് മിണ്ടുന്നതിന്റെ മാത്രമല്ല ഈ ഞാനിപ്പോ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിനെക്കാട്ടി ലോക്കൽ വീടത്ത് പ്രീമിയം എല്ലാത്തടത്തും നമ്മൾ പോയെന്ന് വെച്ചോ, അവിടെ ഈ ചില സ്റ്റാഫുകളുടെ ബിഹേവിയർ ഒക്കെ നമ്മളോട് കണ്ടു കഴിഞ്ഞാല് ഒരുമാതിരി ലൂസ് ടോക്കുകളോ അങ്ങനെ കേട്ടിരുമ്പോ നമുക്ക് പിന്നെ ഒരു ഇതായിട്ട് മാറും. എല്ലാവരും ഒരുപോലെയല്ല, ചില ആൾക്കാര്. അങ്ങനെ ഗോഡസിന്റെ സ്ക്രബൊക്കെ റിമൂവ് ചെയ്ത് കളയുവാണ്. നിങ്ങളുടെ അഷ്ടമുടിയിൽ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ മറ്റേ, പിന്നെ കൊച്ചു കവടിയാറിലായി. ഇച്ചിരി ഞാൻ കളറ് പറഞ്ഞ് വിവേചനം കാണിക്കുന്നത് ഇച്ചിരി കറുത്തിട്ട് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിന്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അടയാളം പറയുന്നത്. ഉണ്ടായിരുന്നു. അടുത്ത് സ്റ്റീമർ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആവുന്നിട്ട് വൈറ്റ് എടുക്കുന്ന ചടങ്ങിലേക്കാണ്. മൂക്കിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. ആ പുള്ളിക്കഴുത്ത് എനിക്ക് കുറച്ചൊരു ഇതായിട്ടാണ് തോന്നിയത്. ഇപ്പൊ ഉണ്ടോ ഇല്ല എനിക്ക് അറിവിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ മറ്റിടത്ത് നെഗറ്റീവ് കമന്റ് ഇട്ടേ പിന്നെ ഞാൻ പിന്നെ ഒരു ബ്രാഞ്ചിൽ പോയിട്ടില്ല. പിന്നെ മ്യൂസിയത്തിന്റെ അത്യാവശ്യം നല്ല തിരക്ക്, അവിടെ നല്ല സ്റ്റാഫുകളുമാണ് സത്യം പറഞ്ഞ. ഈ
ചെയ്യുന്ന ഞാൻ മ്യൂസിയത്തിൽ വന്നുകൊണ്ടിരുന്നവരൊക്കെ ശരിക്കും പണിയെടുക്കുന്നവരെ. ഇപ്പൊ എന്റെ മുടിയിലാണെങ്കിൽ കംപ്ലീറ്റ് ജഡ ടാങ്കിൾസ് ആണ് എന്റെ കയ്യില്. അതവിടെ എടുത്തവർക്കറിയാം എന്റെ മെനക്കേട്. പക്ഷെ അത് സെറ്റാക്കി ഇടുമ്പോ ഇതുപോലൊരു കീട് മുടി വേറെ ഇല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ അവര് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഏത് പാർലർ പോയാലും അവര് പറയും ഈ ടാങ്കിൾസ് ഒക്കെ എടുത്തിട്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാന്ന് പറയും. ഞാനിതിൽ ഉൾപ്പെടും കേട്ടോ. ടാങ്കിൾസിന്റെ അല്ലേ? ലാസ്റ്റ് ഞാൻ സരിത ചേച്ചിയും കാർത്തികയാണ് ഇത് റെഡിയാക്കി തന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ എന്തോ ഡാമേജ് ഹെയർ എനിക്ക് പറ്റിയിട്ടുണ്ട് സത്യമായിട്ട്. ഭയങ്കര ഓൾറെഡി അത് ഫ്രിസ് ചെയ്യാണ് എന്റെ ഹെയർ. അതിന്റെ കൂട്ടത്തിൽ ചുറ്റി പിണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പാട്. ഇപ്പൊ വീട്ടിൽ മമ്മി ഉള്ളതുകൊണ്ട് അത് ചെയ്തു തരും. ഇപ്പൊ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തോ ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കല്യാണം നോക്കുന്നുണ്ടോ? ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അന്നും അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെയാ. പ്രൊപ്പോസൽസ് ഒക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഫ്രീഡം കറക്റ്റ് ചെയ്യപ്പെടും. എല്ലാ ആണുങ്ങളൊന്നും അല്ല, ചില ആൾക്കാര്. ഇനി വാങ്ങാൻ മതി. പിന്നെ ദീപാവലിയുടെ ഓഫറൊക്കെ ഉണ്ട്. അതെന്തോ അതിന്റെ പാക്കായിട്ടാണ്, പാക്കേജായിട്ട്. ത്രെഡിങ് കൂടെ എനിക്ക് പിന്നെ ചെയ്തു തരുന്നു. ഇപ്പൊ തന്നെ നല്ലൊരു മാറ്റം ഉള്ളതുപോലെ. ഒരു മിന്നായം പോലെ സ്റ്റീമർ മെഷീനിലുണ്ട്. ചിലടത്ത് പക്ഷെ ഈ സ്റ്റീമിന്റെ സാധനം അവര് ചെയ്യുന്നില്ലല്ലോ. ഇത് സ്റ്റീമർ അല്ലേ ഈ സാധനം ഇപ്പം വെച്ച്? ചിലടത്ത് ആ സ്റ്റെപ്പ് അവര് ജെർക്ക് ചെയ്യുന്നുണ്ട്. എന്തോ നമ്മൾ ഈ ടോണർ ഇടുന്നത് കൊണ്ട് എന്തോ അതിന്റെ പർപ്പസ്? ടോണർ നമ്മൾ എന്തായിരുന്നാലും ഈ ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം ഇത് സ്ക്രബൊക്കെ ചെയ്തൊരു പർപ്പസ് അങ്ങനെ അതിട്ടൊന്നുമില്ല. ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. ഈ സ്ക്രബിൻ്റെ ഒക്കെ തരികളെല്ലാം തന്നെ കാണുമല്ലോ. അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഗോഡസിന് ടോണർ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്ന രംഗങ്ങളാണ് ഈ കാണിച്ചത്. ടോണർ ഇടുന്നത് ഞാൻ അടുത്തയിൽ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ആ സ്ക്രബിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റാനാണ് നമ്മൾ പറയുന്നത്. പ്രോംപ്റ്റ് ഇല്ലേ സ്വന്തം, ഇപ്പോഴും സ്വന്തം തന്നെ. എനിക്ക് നമ്മുടെ ഈ വേറെ ആൾക്കാരുടെ സൗണ്ടൊക്കെ മാറ്റിട്ട് നമ്മൾ വീണ്ടും പ്രോംപ്റ്റ് കയറ്റണം. എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് വീഡിയോ ഒന്നും ക്ലിപ്പ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞത് മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഉണ്ട്. രണ്ടാമത് ചിലപ്പോ ഇനി അപ്പുറത്തെ പാർലറുള്ളവർ ഇവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ പേഴ്സണലി വരണ്ടെന്നാണ്. പക്ഷേ ഇന്ന് സലൂണാണ് പോകുന്നത് അങ്ങനെ ഇതോ അതിപ്പോ ഓട്ടോമാറ്റിക്കലി കാണുമല്ലോ. പക്ഷെ ആളുടെ ഫേസ് വരുന്നില്ലല്ലോ, ഫേസ് സൗണ്ട് വരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നേക്ക് ആളുടെ ഫേസ് അവിടെ വരുന്നില്ലല്ലോ, ഫേസും സൗണ്ടും വരുന്നില്ലല്ലോ. എന്റെ മാത്രമല്ലേ വരുന്നുള്ളൂ. അല്ല ഞാൻ എല്ലായിടത്തും പോയിട്ട് ഞാൻ അങ്ങനെ ഇവിടെ നല്ല ഒരിടത്ത് പോയി ഞാൻ ആരുടെയും വീഡിയോ ക്യാപ്ചർ ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ നാളെ അവര് പറയും ആ വീഡിയോ വ്ളോഗ് എടുത്തിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. അത് ശരി. പിന്നെ ചിലവർക്ക് താല്പര്യമാണ് ആ എന്റെ ഇതിനകത്ത് വ്ളോഗിനകത്ത് വരുമ്പോ നമുക്ക് കുറച്ചുകൂടെ ടോണർ ഇടുന്ന ക്ലിപ്സ് വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ആയേനെ. ഇതിപ്പോ എന്തോന്നു ഇടുന്നത്? ജെല്ല്. മറ്റേ അല്ല ഞാൻ പറയുന്ന സംഭവം മനസ്സിലായോ? ഇപ്പൊ ചിലവർക്ക് പക്ഷെ ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് വീഡിയോയിൽ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കുറച്ച് ബിസിനസ്സുകളും പ്രൊമോട്ടും അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലോ. എല്ലാവരുടെയും ചിന്താഗതി ഒന്നും ഇല്ലല്ലോ. മാം ഒരു കാര്യം ചെയ്തേ, ഇനി വരുമ്പോഴത്തേക്ക് അടുത്ത സർവീസേ
ഇതുപോലെ ഒന്ന് നോക്കിയാൽ മതി. ചിലവർക്ക് ഇഷ്ടമല്ലോ വീഡിയോസിലൊക്കെ ഫസ്റ്റ് ടൈമിനെ വരുന്നത് മുതലുള്ളതേ. എന്റെ പല്ലിലായെന്ന് തോന്നുന്നു സംസാരിച്ച്. അത് കുഴപ്പമില്ലല്ലോ ജില്ല് അടച്ചു വെച്ചു. സംസാരിക്കുന്നതുകൊണ്ടാണ് ആട്ടുവിട്ടതാണ്. അങ്ങനെ നിങ്ങളുടെ ഗോഡസിന് അത്യാവശ്യം ഒരു മസാജും കിട്ടി. ഞാൻ മസാജ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അത്യാവശ്യം സ്ട്രെസ്സ് പോകാനും ഇപ്പോൾ ടോണർ ജെൽ ഇട്ടതിന് ശേഷം നമുക്ക് മസാജ് ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. അതിൻ്റെ കൂട്ടത്ത് ഗോഡസിന് ഇച്ചിരി ബോഡി മസാജും കൂടെ കിട്ടിയായിരുന്നു. ഒരു ഹാഫ് ബോഡി മസാജ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്.
ഇത് ക്രീം അല്ലേ? അതെന്താ എന്തൊരു പേരുണ്ടോ അതിന്? അല്ല മീൻസ് ഇങ്ങനെ ക്ലെൻസിങ് ക്രീം അങ്ങനത്തേനും? അങ്ങനെയല്ല, മസാജിങ് ക്രീം. കണ്ണടച്ചോണേ. അങ്ങനെ അടുത്ത് മസാജിങ് ക്രീം ഇട്ട് മസാജ് ചെയ്യുന്നതാണ് അടുത്ത പ്രൊസീജിയർ. മുടി കൊഴിയുന്നുണ്ടോ? നിങ്ങളുടെ ട്രേഡ് സീക്രട്സ് ഒന്നും വെളിയിൽ പോകില്ല കേട്ടോ. എന്റെ അടുത്ത് നേരത്തെ വീഡിയോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്, ഉപയോഗിക്കുന്ന ക്രീം ഒന്നും ആരും പറയണ്ട. അങ്ങനെ പറഞ്ഞ പിന്നെ പോയില്ലേ. ജസ്റ്റ് ക്രീമിന്റെ പേര് പറയാലോ, ലൈക്ക് ഇങ്ങനെ മസാജിങ് ക്രീം അങ്ങനെ. അത് എനിക്ക് അറിയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതാണ്, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗിനകത്തൊക്കെ വരാൻ, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ രണ്ട് ടൈപ്പുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടമില്ലാത്തവരെ നമ്മളെല്ലാവരുടെയും പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ചാരുടെയും അങ്ങനെ ഒന്നും ഞാൻ എടുക്കാറില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ. അങ്ങനെ ആ മസാജ് ക്രീമിന്റെ പുറത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നല്ല തണുതണ മസാജ് കാണുമല്ലോ. അങ്ങനെ നമ്മൾ കള്ളത്തരത്തിലൂടെ എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കഴിയുമ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും ഗ്രോത്ത് ഉള്ള ഐഡിയസ് ആണ് എന്റെ കാര്യങ്ങൾ. അതിനകത്ത് ഇത് ഇടുമ്പോ ചിലപ്പോ ഇന്നയാളുടെ ട്രീറ്റ്മെന്റ് നല്ല കുറെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ചിലവർ അങ്ങനെ ചിന്തിക്കത്തില്ലോ, എന്റെ വീഡിയോ പുറത്ത് വരുന്നത് എനിക്ക് വേണ്ട, ചിലപ്പോ എന്റെ ഫാമിലി അക്സെപ്റ്റ് ഇല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പെഡിക്യൂറിനൊക്കെ ഓഫർ ഉണ്ടോ? കാലൊക്കെ എന്റെ നല്ല ടാൻ ശരിക്കും പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വേറെ നോർത്ത് ഈസ്റ്റിലെ സ്റ്റാഫ്സ് ഒന്നും ഇല്ലല്ലേ? ഉണ്ടായിരുന്നു, നാട്ടിൽ പോയി, പിന്നെ വന്നില്ല. കയറി നാട്ടിൽ. ഇവാന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഇവാന്നോ എന്തോ ഒരു പാർലറ്. അവരെന്തോന്ന് വലിയ പ്രീമിയർ അല്ല പ്രീമിയം, അവര് പ്രീമിയം എന്നാണ് സ്വന്തമായിട്ട് തള്ളിക്കൊണ്ട് നടക്കുന്നത്. അവരുടെ പാർലർ പ്രീമിയം. ഈ ഇടയ്ക്ക് ഞാൻ എന്തോ ഒരു ടച്ചപ്പ് പോലെ പോയി ചോദിച്ചപ്പോ പറയുന്ന പോയില്ല, ഫോണിൽ കൂടെ എനിക്ക് എടുത്തപ്പോ 4000 രൂപ. അതിനുള്ള ഇതൊന്നും ക്വാളിറ്റി ഒന്നും അവർക്കില്ല. അതിനെക്കാട്ടും ലീഡ് ഇവിടെ ചോണിയും കൈ നിൽക്കുന്നത്. അവന്മാര് പറഞ്ഞാൽ പിന്നെയും പറയാം. ഞാൻ പിന്നെ പോയില്ല അങ്ങനത്തെ പാർലേഴ്സിൽ. കാരണം എന്റെ കല്യാണമോ പാർട്ടിയോ ഇല്ല, വേറൊരു ഇവന്റിനാണ് ഞാൻ ചോദിച്ചു പോയത്. ജസ്റ്റ് ഒരു ലൈറ്റ് ടച്ചപ്പ് പോലെ. 4000 രൂപ എന്ന് പറയുന്നു. പിന്നെ പാർലർ ടു പാർലർ വേരിയേഷൻസ് ഉണ്ടല്ലോ. അവിടെ പോവാനോ? അവിടെ ഇതുവരെ പിന്നെ പോയി അവിടെ അല്ല, ഇവയിലല്ല. മുന്നേ മാം അവിടെയല്ലേ പൊട്ടുകൊണ്ടിരുന്നത്. അഷ്ടമുടിയില്. ഞാൻ പിന്നെ പോവാറില്ല. ഇപ്പൊ അവിടെ പോവാറേ ഇല്ലേ? ഇപ്പൊ ഇതെങ്ങനെ അറിഞ്ഞു നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ്? ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിനകത്ത് സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ബെസ്റ്റ് പാർലേഴ്സ്. ബെസ്റ്റ് എന്ന് പറയുമ്പോ ഓരോരുത്തർ റേറ്റിംഗ് ഇട്ട് വെക്കുന്നുണ്ട്. ചിലപ്പോ 5-ൽ 5 ഇട്ട റേറ്റിംഗ് ചിലപ്പോ പോവാറായിരിക്കും അവരുടെ സർവീസ്. ഞാൻ പിന്നെ ഒരു പരീക്ഷണാർത്ഥം വന്ന് നോക്കാന്നുള്ള രീതിയിലാണ്. എന്റെ അടുത്തൊരു ലോക്കൽ പാർലർ ഉണ്ട്, പക്ഷെ അവരുടെ ട്രീറ്റ്മെന്റ്സ് ഒന്നും അത്ര പോരാ. പിന്നെ ഈ സാരി ഒക്കെ കൊടുക്കാൻ അവര് കുറച്ച് നെഗോഷിയേറ്റ് തരും. ഈ ലോക്കൽ പാർലേഴ്സ് ഉണ്ടല്ലോ, മറ്റവര് പിടിച്ച പിടി 1500 എന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്കും ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പറ്റൂ. കിട്ടുമ്പോഴല്ലേ അവർക്ക് പിടിച്ചു പറിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ചോയ്സാ നമ്മൾ പോണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ ചിലവര് ഹെയർ സ്റ്റൈല് വലിയ ഗുണമൊന്നുമില്ല, കാശ് മേടിച്ചിട്ട് ചുമ്മാ കുളിപ്പിന്നല് പോലെ
മറ്റേ ക്രിമ്പ് ചെയ്ത് അങ്ങനെയൊക്കെ കിട്ടി വെച്ച് തരും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ. പക്ഷെ അവര് ചോദിക്കുന്ന കാശ് ഹൈ റേറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് കിട്ടാൻ നമുക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുമല്ലോ. കാലൊക്കെ എനിക്ക് ചെയ്യണം ഒരു ദിവസം വന്ന്. ഭയങ്കരമായിട്ട് ടാൻഡ് ആയി കിടക്കുന്നത്. എനിക്കൊരു സോക്സും മേടിക്കണം അത്യാവശ്യം. ഈ വെയിലിൽ എക്സ്പോസ് ആവുന്നതുകൊണ്ടാണ്. സ്റ്റോറേജ് ഉണ്ട് ഫോണിൽ. ഇത്രയും സ്റ്റോറേജ് ഉണ്ടോ? നേരത്തെ ഞാൻ എല്ലാ ആപ്പ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി വീട്ടിൽ പോയി ഇത് ചെയ്യും. ഒറ്റയ്ക്കാണോ ചെയ്യുന്നതെല്ലാം? എഡിറ്റേഴ്സും ഉണ്ട്, പക്ഷെ ഞാൻ ചിലതൊന്നും അവർക്കൊന്നും കൊടുക്കത്തൊന്നുമില്ല. എല്ലാ റൂമിൻ്റെ അകത്ത് നിന്നുള്ള വീഡിയോസ് ഒക്കെ അല്ലേ? അല്ല, പുറത്തുള്ളതുണ്ട് ഉണ്ടല്ലോ. ഈടായിട്ട് പുറത്തുള്ളത് ചെയ്യുന്നുണ്ട്. പുറത്ത് പോയി ഡാൻസ് ഒക്കെ കളിക്കാത്തുണ്ട്. പുറത്തുള്ളത് ഇട്ടിട്ടുണ്ട് ഇപ്പം. ഇപ്പൊ ഒരു അല്ല, അത് ഫ്രണ്ടിൽ ഞാൻ ടാഗ് ചെയ്തിട്ടിരിക്കുന്നത്. എന്റെ താഴെയാ പുതിയത് കിടക്കുന്നത്. അത് ഞാൻ പിൻ ചെയ്തിട്ടിരിക്കുന്നതാ. മേളില് 3 അതിന്റെ താഴെയാണ് കിടക്കുന്നത്. ഇപ്പൊ എടുക്കുന്നതൊക്കെ 2-3 ആഴ്ച തൊട്ട് ഞാൻ പുറത്തു പോയി തന്നെ എടുക്കുന്നത്. ഡാൻസ് ഒക്കെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ തന്നെ. പിന്നെ ഞാൻ ഈ മറ്റേ ക്ലാസിക്കല് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ 1 വർഷമായി, 1-1.5 വർഷമായി. മറ്റേ മോഹിനിയാട്ടം, കുച്ചിപ്പുടിയും ഒക്കെ എഴുതും, ഭരതനാട്യം. അതിന്റെ ഇടാം, പക്ഷെ അതൊരു ഞാൻ വിചാരിക്കുന്ന ഒരു 2 years ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇടാന്ന്. കുറച്ചൊന്ന് പാകമായിട്ടേ സെമി ക്ലാസിക്കലായിട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഇപ്പൊ ട്രെൻഡിങ് പോകുന്ന സിനിമാറ്റിക് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ബാക്കി അത് ഒരു ലെവൽ ആയതിനു ശേഷം ഇടാമെന്നാണ്. ക്ലാസിക്കലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവണം. അതിന്റെ മുദ്രാസും കാര്യങ്ങളൊക്കെ ചുമ്മാ നമുക്കന്നെ. കാരണം ഇത് ഈ പ്രൊഫൈൽ നോക്കുന്നവരൊക്കെ നല്ല ക്ലാസിക്കൽ ഡാൻസേഴ്സ് കാണും, പ്രൊഫഷണലൊക്കെ ആയിട്ടുള്ളവര്. ഞാൻ ഇപ്പൊ ഇടുന്നതെല്ലാം പുറത്തുനിന്ന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് എന്റെ മുഖം ടാൻ ആയല്ലോ എന്ന് പറഞ്ഞത്. അതായത് ആ 3 നോക്കരുത്, അതിന്റെ താഴോട്ടുള്ള നോക്കണം. താഴോട്ടാണ് പുതിയത് വരുന്നത്. പക്ഷെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൾഡ് റീൽസ്. പിന്നെ മുഖം ടാൻ ആവാതിരിക്കുകയാണെങ്കിൽ മുറിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. മുഖമൊക്കെ ടാൻ ആവാതിരിക്കണമെങ്കിൽ. പക്ഷെ എനിക്കറിയാവുന്ന ചില ക്രിയേറ്റേഴ്സ് എല്ലാം മുറിയിലാണ് ചെയ്യുന്നത്. കുറച്ച് ഹൈ റീച്ച് ഉള്ളവർ, എന്നെയൊക്കെ കാട്ടി കുറച്ചുകൂടെ നല്ല മില്യൺസിലുള്ളവരൊക്കെ മുറിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, പുറത്ത് പോകുമ്പോൾ സേഫ്റ്റി ഒരു വിഷയമാണ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ഫോട്ടോഗ്രാഫറോ അങ്ങനെ എന്തെങ്കിലും. എന്ത് മാസ്കാ? വിറ്റാമിൻ്റെ. അത് ഇത് ക്ലീൻ ചെയ്തതിന് മുമ്പ് പുറത്തേക്ക് കൂടെ അല്ലേ ഇടുന്നത്? ഇനി ഇതും കൂടെ ഉള്ളോ? അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ വിറ്റാമിൻ സിയുടെ മാസ്ക് അല്ലെങ്കിൽ ഫേഷ്യൽ പാക്കാണ് പുള്ളിക്കഴുത്തി ഇട്ട് വരുന്നത്. കണ്ടോളൂ വ്യക്തമായി. ഇത് കഴിഞ്ഞാൽ തീർന്നു. എനിക്കൊരു എഫക്റ്റ് കിട്ടിയാൽ മതി. 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നല്ലേ? സൺസ്ക്രീൻ വെച്ച ഇതുണ്ടല്ലോ, ഒരു മഞ്ഞ സാധനം, ലോട്ടസിന്റെ. ഏതാ ഇവിടെ? ഫേഷ്യൽ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു സൺസ്ക്രീൻ ഇട്ടുതരാം. അത് നല്ല ഗ്ലോ ആണ് ആ സൺസ്ക്രീൻ. വിട്ട് ഇപ്പം അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ ഉണ്ട്. അത് മനസ്സിലായി. ആ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നല്ല, ഞാൻ എടുക്കാൻ അങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി. രാഗയുടെ ഞാൻ വാങ്ങിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ട് കൊള്ളാം. പക്ഷെ നമ്മൾ എന്തോ പാരി തേച്ചാലും വെയിലത്തിറങ്ങി ടാൻ ആവും. ടാന് നമ്മൾ കൂടുതൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഇതിന് നല്ല ഗ്ലോ ആയിട്ട്, അപ്പം ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും. ആ പ്രോഡക്റ്റ് ഞാൻ അധികം കേട്ടിട്ടില്ല. നേരത്തെ ഉള്ളതാണോ? നേരത്തെ ഉള്ളതാ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇട്ട് തരാം. എന്നിട്ട് എങ്ങനെ ഫേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി.
അതിന്റെ കോസ്റ്റ് എങ്ങനെ? 525. 525. ആക്ച്വലി ഞാൻ ഈ ഫേഷ്യലിംഗ് ചെയ്യാൻ വന്നത് മാസത്തിലൊന്നും ഞാൻ ചെയ്യും, പക്ഷെ ചെയ്യാൻ വന്നത് എനിക്ക് വയലോപ്പള്ളിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. റീൽസിൽ കുറച്ച് ദിവസം ഞാൻ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. യൂട്യൂബിലും കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി മുഖം ഒന്ന് ക്ലീൻ ചെയ്യാനും വെച്ചിട്ടൊന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ വന്നത്. ബോഡി പോളിഷിന് വന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ അവിടെ ഇല്ലായിരുന്നു പണ്ട് അഷ്ടമുടിയിലുണ്ടായിരുന്നു അത്? അവിടെ ബോഡി പോളിഷിംഗ് ഉണ്ടല്ലോ. ഉണ്ടല്ലേ? അത് പക്ഷെ നമ്മള് ഒരു 3 മാസത്തെ ഇടിക്കൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നില്ല കണ്ടിന്യൂസ് ആയി. കണ്ടിന്യൂ ചെയ്ത ബോഡിക്ക് നല്ലതാണ്. കവർ പോയല്ലോ ഒക്കെ അല്ലേ? കാതില് വരൂലേ? ഇത് ഇന്ന് ഞാൻ വന്ന് ചെയ്തോണ്ട് കൊള്ളാം. ഇനിയൊക്കെ എനിക്ക് പ്രാക്ടീസും ആ ഡാൻസ് പ്രോഗ്രാം എനിക്ക് വരാനേ സമയം. എന്നാ മറ്റേ വയലപ്പള്ളി. എനിക്കിനി ഇത് ഇപ്പൊ ഇറങ്ങി. ഇനി എനിക്ക് ബിസി ഷെഡ്യൂളാണ്, കിട്ടൂല എനിക്ക് ടൈം. ഇനി വെയിറ്റ് ചെയ്യണം അല്ലേ? ഒരു 20 മിനിറ്റ്സ് അല്ല 10 മിനിറ്റ്സ് ആവട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വിറ്റാമിൻ സിയുടെ പാക്ക് ഇട്ടിട്ടുണ്ട്, ഫേഷ്യൽ പാക്ക്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉറങ്ങട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നോടൊപ്പം. പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ ഞാൻ പ്രോംപ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, നേരത്തെ കേട്ടു നിങ്ങൾ, പക്ഷെ ഞാൻ പ്രോംപ്റ്റ് ചെയ്യും, എക്സ്ട്രാക്ട് ഓഡിയോ ചെയ്തു. അതിനുശേഷം ഞാൻ കേൾപ്പിച്ചു തരാം എന്തൊക്കെ ഇട്ടേന്ന്. ത്രെഡിങ്. അങ്ങനെ എൻ്റെ ഫേസ് മാസ്ക് പാക്ക് ഇട്ടതെടുത്ത് കളയാൻ ടൈമായി. 10 മിനിറ്റ്സ് ഓവറായി. അതിൻ്റെ രംഗങ്ങളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് ത്രെഡിങ്ങും കൂടി ചെയ്യണമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എടുത്തിട്ടില്ല. കാരണം അത് നമ്മൾ രണ്ടുപേരും സ്റ്റാഫ്സ് ഉള്ളപ്പോൾ ഐബ്രോസും ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി ടാസ്ക്. ഇതിനു മുമ്പ് ഗ്രീൻ ട്രെൻസി എന്ന് പറയുന്നത് ഞാൻ എടുത്തത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ത്രെഡിങ് അതൊക്കെ തന്നെ വിശേഷം. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ക്യാപ്ചർ ചെയ്തില്ല. ഈ റേറ്റുകൾ ഓവറായിട്ട് ഒത്തിരി ചാർജ് ചെയ്യുമ്പോൾ പലരും അങ്ങ് മടിക്കും, മനസ്സിലായോ? 850യോ? ചിലയിടത്തൊക്കെ ഞാൻ ജനറലായിട്ട് പറയുന്നതാണ്, കേട്ടിനും വളരെ പിന്നെ നമുക്ക് വീട്ടിലുള്ളവരെ വെച്ച് പിടിച്ചങ്ങ് കൊടുക്കാം എന്ന് അങ്ങനെ വിചാരിക്കും ചിലവർ. എല്ലാവരും അല്ല, ചില ആൾക്കാർ. ഹെയർ സ്റ്റൈല് നിങ്ങൾ ഏതാ ചെയ്യുന്നത്? നമുക്ക് പറ്റുന്ന റെഫറൻസ് പിക്ചർ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചാർജ് ചെയ്യുമായിരിക്കും അല്ലേ? നമ്മൾ പറയുന്ന മോഡൽ അനുസരിച്ച് അല്ല, അതെങ്ങനെയാ അതിന്റെ രീതി? ഇങ്ങനെ ഓരോ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ മാത്രം എങ്ങനെയാ? മീൻസ് നമ്മൾ ബ്രൈഡ് അല്ലാതെ വേറൊരു ഒക്കേഷൻ ഒഴുകി പോകുന്നവർക്ക് അവർക്ക് എത്ര ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഹെയർ സ്റ്റൈലിങ്ങിന് മാത്രം? ഞാൻ പറയുന്ന വധുവല്ല, വധു അല്ലാത്ത നമ്മൾ ചുമ്മാ പോകുമല്ലോ പാർട്ടീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും. 1000 അകത്തേ വരത്തുള്ളൂ, ഒരുപാട് റേറ്റ് വരത്തില്ല. 1000 അകത്തേ വരത്തുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പാർലേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ലത് പ്രീമിയം എന്ന് അവർ പറയും, അവർ ക്ലെയിം ചെയ്യും, പക്ഷെ അതത്ര പ്രീമിയം ആവണമെന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മേക്കപ്പ്, ലൈറ്റ് മേക്കപ്പ്, നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, സാധാരണക്കാർക്ക് പറ്റാത്ത പാർലേഴ്സ് ഒത്തിരി ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ചില പാർലേഴ്സിൻ്റെ പേരൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് റിയാലിറ്റിയുടെ ജെനുവിൻ ഫീഡ്ബാക്സ് ആണ് ഞാൻ പറയുന്നത്. ഐ ഹാവ് വിസിറ്റഡ് പാർലേഴ്സ് സോ മെനി ഇൻ ട്രിവാൻഡ്രം, റൈറ്റ് ഫ്രം ടോണി ആൻഡ് ഗൈ ടിൽ സം ലോക്കൽ പാർലേഴ്സ് ഓൾസോ. കാരണം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആ ട്രീറ്റ്മെൻറ്റ് വേരിയേഷൻ അറിയണമെങ്കിൽ നമ്മൾ ഒരിടത്ത് തന്നെ എപ്പോഴും പോകരുത്. പല സ്ഥലങ്ങളും, എൻ്റെ ഒരു പേഴ്സണൽ വ്യൂപ്പിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പാർലേഴ്സ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും, എന്നാലേ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും.
എവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അവർ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നിടത്ത് കുറച്ച് ചാർജ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നോക്കിയിട്ടും കണ്ടിട്ടും പോവുക. കാരണം നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡേയാണ്, നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഒരു പാർട്ടിയിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തതുണ്ടോ എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ എക്കണോമി അനുസരിച്ച് നമ്മൾ ചിന്തിക്കും. നിങ്ങളുടെ ഗോഡസിൻ്റെ വിറ്റാമിൻ സി ഫേഷ്യൽ കഴിക്കും വിത്ത് എക്സ്ട്രാ ഡീറ്റാൻ പാക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? ലുക്ക് കിടുവായോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഗോഡസിൽ കുഞ്ഞ് സുന്ദരിയ. ഇനി ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അത് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ എൻ്റെ ഫേഷ്യൽ മിനി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഗോഡസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്ലാം ഗോഡസ് സിന്ധുജ. അടുത്ത വ്ളോഗുമായി പാർக்கலாம். താങ്ക് യു. ബൈ 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 ഫേഷ്യൽ റൂം. ഇനി അടുത്ത് ഞാനിവിടെ വരുമോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ഓൺലി ഗോഡ് നോസ്. വേറൊന്നും പറയാൻ തമാശ പറയുന്നതാണ്. അപ്പം തൽക്കാലത്തേക്ക് ഈ ഫേഷ്യൽ ബെഡും റൂമിനോടും വിട പറയുന്നു. താങ്ക് യു ഫോർ ദ ഗുഡ് മൊമെൻറ്റ്സ് ഐ ഗോട്ട് ദെയർ. ഇതാണ് എൻ്റെ പുറത്തേക്കുള്ള ഭാഗം. അത്യാവശ്യം വേറെ കുറേ ഫേഷ്യലിംഗ് റൂംസ് ഉണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഹെയർ സ്റ്റൈലിംഗ് സെഷനാണ്, അത് കാണാം. പിന്നെ ത്രെഡിങ്ങിൻ്റെ ഒരു സൈഡിലേക്കാണ്. ത്രെഡിങ്ങിൻ്റെ സെക്ഷന് സൈഡിൽ പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് ഈ പാർലറിൻ്റെ പുറത്തോട്ട്, അതായത് വെള്ളയമ്പലം ശാസ്ത്രമംഗലം റോഡ് നല്ല രീതിയിൽ വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഞാൻ ത്രെഡിങ്ങിലേക്ക് കടക്കുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, അവരുടെ പ്രോഡക്റ്റ്സ് ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പുറത്തേക്ക് പോകുമ്പോൾ ആ നേരത്തെ കയറി വന്നതിൻ്റെ ലുക്ക് തന്നെയാണ് കാണിക്കുന്നത്. ഗോഡസ് പാർലറിലേക്ക് പോകാൻ ലിഫ്റ്റ് വേണമെന്നുള്ളതുകൊണ്ട് സെക്കൻഡ് ഫ്ലോറാണ് ഇതൊക്കെ പാർലർ. ഞാൻ ലിഫ്റ്റ് കയറിയില്ല. തിരിച്ചു വരുമ്പോൾ ലിഫ്റ്റിനകത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞ് കയറിയില്ല. ലിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത്. ലിഫ്റ്റൊക്കെ ഉണ്ട്. അതായത് ഈ പാർലർ സെക്കൻഡ് ഫ്ലോറാണ് ഇരിക്കുന്നത്. അപ്പം ലിഫ്റ്റ് നമുക്ക് വേണമെന്നുള്ളവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ലിഫ്റ്റിൽ കയറിയില്ല, പക്ഷേ തിരിച്ചു പോകുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കയറുന്ന രംഗങ്ങൾ കാണിക്കുന്നതാണ്. ഞാൻ പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ടാണ് കയറുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. സോ നേരത്തെ ഇച്ചിരി വോയിസ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. കുൽജ സിംസിം തുറന്നു, ഞാൻ അകത്ത് കയറി, വീണ്ടും അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഞാൻ പുറത്തേക്ക് പോകുന്ന കോലം ജാക്കറ്റൊക്കെ ഇട്ടാൽ, കാരണം ഒരു ഫേഷ്യൽ കഴിഞ്ഞു, ഇനി കറക്കാൻ വയ്യ. ഇനി ഹെൽമെറ്റിൽ കൂടെ എൻ്റെ കുറേ നവരസങ്ങൾ വരും. നമ്മൾ ഡാൻസേഴ്സും ഡാൻസ് കോഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി വരും. വേറെ ഒന്നുമില്ല, ഞാൻ ലിഫ്റ്റിൽ കുത്തിയിട്ട് അത് ഡോറ് ജെർക്ക് ചെയ്ത് മേളിലോട്ടും അടയുന്നുമില്ല, മേളിലോട്ടും പോകുന്നില്ല. ഞാൻ വെച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ വിട്ടില്ല, കുടുങ്ങിയെന്ന് വിചാരിച്ച്. പിന്നെ അത് കറക്റ്റായി. ഇച്ചിരി ഒരു സ്റ്റക്ക് ഉണ്ടായിരുന്നു, പിന്നെ അത് കറക്റ്റായി. പോരാത്തിന് എനിക്ക് ലൈറ്റ് ഓഫായി. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും, ഒരു ബ്ലാക്ക് ഫ്ലാഷ് വന്നായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇറങ്ങി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് ഫ്ലോർ ഇറങ്ങി കാണിച്ചത്. അത് ലിഫ്റ്റിനകത്തുള്ള രംഗം കാണിക്കുന്നത് ഞാൻ കാണിച്ചില്ല. അടുത്തത് കാണിക്കാനൊന്നുമില്ല. ഇനി ഞാൻ ദേ പോകുന്നു. ബൈ. നോക്കെൻ്റെ ആ ലുക്ക്, ഗ്ലോ ഒക്കെ ഫേഷ്യലിന് ശേഷം ഇത്. ഇനി കുറച്ച് നാൾ റീലകത്തായിരിക്കും കേട്ടോ, റീൽസും വീഡിയോ ഷൂട്ട്സും. കാരണം ഇത് ചെയ്തതിൻ്റെ ആ ഒരു ലാസ്റ്റ് ചെയ്യണമല്ലോ കുറച്ച് ദിവസമെങ്കിലും. ശരിയല്ലോ, പാക്കല. ഈ റോഡ് പരിചയമുണ്ടോ ആർക്കെങ്കിലെന്തോ? അതാണ് ഞാൻ പേഴ്സല്ലോ പരിചയമുള്ളൊരു കമൻറ്റ് ചെയ്യുന്നത്.